ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തട്ടിക്കൂട്ട് പൂക്കളാണ് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. ഓണം പ്രമാണിച്ചിട്ട് തലേ ദിവസമൊക്കെയാണല്ലോ ഭയങ്കര ക്ലീനിങ്ങും ഒടുക്കത്തെ വൃത്തിയാക്കലും ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ അതിൻ്റെ പണികളിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, റാക്കിൻ്റെ മുകളിൽ കുറേ കുപ്പിപ്പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കഴുകി. ഞാൻ വിചാരിച്ചു അതിലൊക്കെ എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഇതിലിട്ട് വെക്കാമെന്ന്. ഇതൊക്കെ നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പികളാണ് കേട്ടോ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിയതല്ല. അപ്പോൾ ഞാൻ ആ ടൈമിലൊന്നും ഇട്ട് വെക്കാതിരുന്നത് എന്താ പറയുക, ഉപ്പായാലും ഒക്കെ ഓരോ പാത്രത്തിലല്ലേ, അതുകൊണ്ടാണ് ഇട്ട് വെക്കാറില്ല. അപ്പോൾ ഇനി എന്തായാലും കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി എന്തായാലും ഇതിലിട്ട് വയ്ക്കാം. ഞാനിതാ കുറേ നാളായിട്ടപ്പോൾ മീൻ വാങ്ങിയിട്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനിതങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൽ അവൾ എന്താ പറയുക നല്ല കുഞ്ഞ് മത്തി പുളി വെക്കുന്നത് കണ്ടു. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം മീൻ വാങ്ങാൻ. നമ്മുടെ കോസ്മിക് കപ്പിൾ ചാനലിലാണ് കേട്ടോ അവൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര പൂതി. അപ്പോൾ ഞാൻ മീൻ വാങ്ങാൻ പോയപ്പോൾ അതായത് നത്തല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയത് വാങ്ങിയിട്ട് പോരാലോ എന്ന് വിചാരിച്ച് നത്തൽ വാങ്ങി. അതിൻ്റെ കൂടെ എന്താ സനുവിനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അയിലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് പല ഷേപ്പിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് കാണണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നത്താൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവും, എൻ്റെ മീൻ കറിയിൽ അധികം നത്തളാണ് ഉണ്ടാവുക. എനിക്ക് നന്നാക്കാനും അതുപോലെ കറി വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് നത്തളാണ്. ഇന്നലെ അങ്ങനെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ ചെറിയൊരു പൂതി മത്തി തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, മീൻ വാങ്ങിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പല പല പരീക്ഷണങ്ങളാണ് ചെയ്യുക. ഞാൻ ചില സമയത്ത് എല്ലാവരും നല്ലപോലെ വഴറ്റിയിട്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത്. തക്കാളിയും എന്താ പറയുക ഉള്ളിയുടെ കൂടെ വഴറ്റാറുണ്ട്. പക്ഷേ ഇന്നിതാ ഞാൻ വെറുതെ പുളിയിൽ അങ്ങനെ തക്കാളി മുറിച്ചിടുകയാണ് കേട്ടോ ചെയ്തത്. ആദ്യം ഞാൻ എണ്ണ ഒഴിച്ച് സബോള നല്ല പോലെ വഴറ്റിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ നല്ല വറുത്തെടുക്കുകയാണ് ചെയ്തത്. TV അങ്ങോട്ട് തുറന്ന ഇനിയിപ്പോൾ ഫുള്ള് കുക്കിംഗ് ആയിരിക്കും. ഇവരെന്തോ ബിരിയാണി എന്തോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻകറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് അതും പോയിട്ട് നോക്കുന്നുണ്ട്. ഇനി നല്ല രസമാവും ഓണത്തിൻ്റെ സമയത്തൊക്കെ TV ഇരുന്ന് കാണാൻ. ഫുള്ള് കുക്കിങ്ങും അതുപോലെ ഓരോരോ പരിപാടികളൊക്കെ അല്ലേ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതാ നമ്മുടെ മീൻ പുളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. എന്ത് കറി വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ പ്രത്യേകിച്ച് മീൻ കറിയിൽ തേങ്ങ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. എന്താ പറയുക, മീൻ അങ്ങോട്ട് വെച്ചാൽ അപ്പോൾ തേങ്ങ വേണം. എനിക്ക് തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളത്. അല്ലാണ്ട് എന്താ പറയുക, ഇവിടെ വീട്ടിലൊക്കെ അമ്മ വയ്ക്കുന്നത് കാണാം വെറുതെ പുളിയിൽ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ അയില വറുത്തു. 2 തവണയായിട്ടാണ് കേട്ടോ അയില വറുത്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിലുള്ളതും പിന്നെ സനുവിനെയും കുഞ്ഞാറ്റയ്ക്കും എരിവൊന്നും ഇടാണ്ട് വെറുതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ പിന്നീട് വറുത്തത്. പിന്നെ ഇതാ രാവിലത്തെ എന്നത്തെയും പോലെ ചേലക്കരയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അതായത് ഇങ്ങോട്ട് വരുന്ന തിരക്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് ബസ്സിൻ്റെ പാട്ടിനെ പോവും. കുറേ രാവിലെ മുതൽ നീച്ച മുതലുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുത്തുകൊണ്ടിരുന്ന സനുവിനെ സ്കൂളിലേക്ക് വിടലും എൻ്റെ അടുക്കളപ്പണികളും പിന്നെ ഇങ്ങോട്ട് വരലൊന്നും നടക്കില്ല. അപ്പം അതുകൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. സാനുക്കുട്ടി കാണിച്ചാൽ ഭയങ്കര സന്തോഷത്തിൽ. എക്സാമൊക്കെ കഴിയാറായല്ലോ. ഇന്ന് ലാസ്റ്റ് എക്സാമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഓണാഘോഷത്തിൻ്റെ പരിപാടി ഉണ്ടായിരിക്കും. അതും കൂടി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ആദ്യത്തെ പോലെ എന്തായാലും 10 ദിവസം ലീവൊന്നും ഇല്ലല്ലോ, വെറും 4 ദിവസമല്ലേ. ഞാൻ പറഞ്ഞു അവൾക്ക് ഭയങ്കര സന്തോഷമായി. 4 ദിവസമെങ്കിൽ 4 ദിവസം ലീവല്ലേ. എക്സാമൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയില്ലേ, പേപ്പർ കിട്ടിയാലല്ലേ നമുക്കറിയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ മഷ്റൂം ഒരു 25 വെച്ചിട്ടുണ്ടായതിൽ ഇത് പെല്ലറ്റാണ്. നമ്മൾ പെല്ലറ്റിലാണ് കേട്ടോ ചെയ്യണത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് പെല്ലറ്റിൽ ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ നമ്മൾ കുറച്ചും കൂടി ബൾക്കായിട്ട് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ അത്യാവശ്യം വിത്തും സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ദിവസം കുറച്ച് കൂട്ടി ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു 15 ബഡും കൂടി ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരുപാട് പേര് വൈക്കോലിലൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. നല്ല വെയിലും അതുപോലത്തെ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ വൈക്കോലിൽ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും എന്താ പറയുക, ഒന്നും അറിയാത്ത ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഏറ്റവും കംഫർട്ടബിളായ ഏറ്റവും സിമ്പിളായ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ പെല്ലറ്റിൽ ചെയ്യാന്നുള്ളത്. 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. അതും നല്ല തിളച്ച് മറയുന്ന വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. ഭയങ്കര രസമാണ് കേട്ടോ ആ ഒരു പ്രോസസ്സിങ് കാണാൻ. അതായത് ഈ ഒരു കവറിൽ ഇങ്ങനെ പെല്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ എന്താ പറയുക, മണ്ണ് കുതിർന്ന് വരുന്ന പോലെ തന്നെ ഈ പെല്ലറ്റും കുതിർന്ന് വരും. നമ്മളിപ്പോൾ 1 കിലോ പെല്ലറ്റാണ് ഇട്ടതെങ്കിൽ അതിങ്ങനെ കുതിർന്നിട്ട് ഏകദേശം 2 കിലോൻ്റെ അടുത്തോളം ആവുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ 15 ബഡോളം നമ്മൾ ഏകദേശം ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ഒരു മഷ്റൂം കൃഷിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ദിവസത്തിനുള്ളിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇതിൻ്റെ ഉണ്ടാവുമെന്നോ ഇല്ലയെന്നോ ഒക്കെ അറിയാൻ പറ്റും. ഇത് ഇങ്ങനെ പെല്ലറ്റിൽ തിളച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിലും കുറവാവരുത്, കൂടുതലായാലും കുഴപ്പമില്ല, ഒരു ദിവസമൊക്കെ ആയാലും കുഴപ്പമില്ല. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വിത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതായത് തലേ ദിവസം ഇങ്ങനെ വെള്ളം നന്നായി ഒഴിച്ച് സെറ്റാക്കിയതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ വിത്തിട്ട് കൊടുക്കുക. ഇതാ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള കൂനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ സെയിലാണ് കേട്ടോ മഷ്റൂം പിക്കിള്. നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ തന്നെയാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 25 വെച്ചതിലത്തെ മാത്രമല്ലേ കൂനുണ്ടായിട്ടുള്ളൂ. ഇനിയും കൂടുതൽ ബൾക്കായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മഷ്റൂം കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പിക്കിളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സീലിങ് വെക്കുക, അതുപോലെ ഒരു മഷ്റൂം ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ഇരുട്ട് പോലത്തെ റൂം വേണം. ചൂട് തീരെ പറ്റില്ല കേട്ടോ. അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളിലൊന്ന് ഇതുപോലെ ഒരു ഇരുട്ട് റൂം പോലെ ആക്കി സീലിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ടോട്ടലി നമ്മളൊരു 10-35 ബെഡിൻ്റെ അടുത്തോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓണം കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് മഷ്റൂം കിട്ടി തുടങ്ങും. ആദ്യം ചെയ്തതെന്നാണ് കേട്ടോ നമ്മളിപ്പോൾ എടുക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾക്കും അതുപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള സെയിലിംഗ് ആണ് കേട്ടോ ഇപ്പം നടക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ആദ്യം ചെയ്തിട്ടുള്ളതാണ്. ആഗസ്റ്റ് 15 കേട്ടോ ആദ്യം ഇത് വെച്ചിട്ടുള്ളത്. സിമ്പിളായ മെത്തേഡാണെന്ന് വിചാരിച്ച് പണി ഇല്ലാന്നെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല പണി തന്നെയുണ്ട്. ഇതൊന്നും ഇങ്ങനെ ആയി വരാൻ നല്ലൊരു റിസ്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് നമുക്കത് നല്ല സിമ്പിളായിട്ട് തോന്നി. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഈ മഷ്റൂം ഉണ്ടായി കാണുന്നതിന് എന്തൊരു ഭംഗിയാണ് നോക്കിയൊക്കെ. അപ്പോൾ ഓണം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ 10-30 ബെഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ സനുവിൻ്റെ സ്കൂളിലേക്ക് അരി വാങ്ങാനാണ് കേട്ടോ പോയത്. അരി വാങ്ങിയിട്ട് അങ്ങനെ വരുമ്പോൾ നേരെ സനുവിനെയും കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. സനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അനികി, നികുതി. ഇവർ 3 പേരും കേട്ടോ ഭയങ്കര കൂട്ട്. സനുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് തന്നെ പറയാം. അനികേനെയും നികുതേനെയും ഡെയിലി വീട്ടിൽ വന്ന് ഇവരുടെ പേര് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ. ബൈ.